ഒരു വെൽ മെയ്ഡ് ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ സീരീസ് എന്ന് തന്നെ പറയാം. പോച്ചർ ആമസോൺ പ്രൈമിലൂടെ ഫെബ്രുവരി ലാസ്റ്റ് ആ ഒരു വീക്കെൻഡിൽ റിലീസ് ആയിട്ടുള്ള ഈ സീരീസ് വളരെ നൈസ് ആയിട്ടുള്ള ഒരു എക്സിക്യൂഷൻ തന്നെയാണ് കൊണ്ടുവന്നത്. 2015-2017 ആ ഒരു ടൈമിൽ കേരളത്തിൽ മലയാറ്റൂർ ഒക്കെ ഉണ്ടായിരുന്ന ഒരു ആനക്കൊമ്പ് വേട്ട കേസിലൂടെ ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ ഒരു സീരീസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അലിയ ഭട്ട് ആണ്. ആൻഡ് ഈ സീരീസിന്റെ പോസ്റ്റർ ആയാലും ടീസർ ട്രെയിലർ ഒക്കെ വളരെയധികം ഒരു പ്രോമിസിങ് വൺ തന്നെയായിരുന്നു. കാരണം അവർ എന്താണ് ഉദ്ദേശിക്കുന്ന സംഭവം അത് അത്രത്തോളം നല്ല എക്സിക്യൂട്ടഡ് ആയിട്ട് തന്നെ നമ്മുടെ മുമ്പിലേക്ക് എത്തും എന്നുള്ളൊരു ഫീല് സീരീസിന്റെ റിലീസിന് മുമ്പേ തന്നെ ഉണ്ടായിരുന്നു. ആൻഡ് അത് ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് അത് കൊണ്ടുവന്നിരുന്നത്. ആൻഡ് ഇപ്പോൾ സീരീസിലേക്ക് വന്നാൽ തന്നെ ഒരുപാട് പോസിറ്റീവ്സ് പറയാനുണ്ട്. പ്രത്യേകിച്ച് ഇതിന്റെ കാസ്റ്റ് പെർഫോമൻസ് തന്നെ കനി കുസൃതി, നിമിഷ സജയൻ, റോഷൻ മാത്യു, ദിവ്യേന്ദു ഭട്ടാചാര്യ, അദ്ദേഹത്തിന് എടുത്തു പറയാണ്ട് വയ്യ. ആ ഒരു ക്യാരക്ടറിന്റെ ഒരു നീൽ ബാനർജി എന്ന് പറയുന്ന ഒരു ഫോറസ്റ്റ് ഓഫീസറുടെ ഒരു ക്യാരക്ടർ വളരെ കിടിലനായിട്ട് തന്നെ ചെയ്തു. എനിക്ക് ആ ക്യാരക്ടറിന്റെ കുറെ മാനറിസങ്ങളും അല്ലെങ്കിൽ ആളുടെ ആ ഒരു സൗണ്ട് മോഡുലേഷൻ അല്ലെങ്കിൽ ആൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രഷേഴ്സ് അതൊക്കെ വളരെ നൈസ് ആയിട്ട് തന്നെ വർക്ക്ഔട്ട് ആയിട്ടുണ്ട് സ്ക്രീനിലേക്ക് കൊണ്ടുവന്ന പെർഫോമൻസ്. ആൻഡ് അദ്ദേഹത്തിന്റെ മുമ്പത്തെ ഒരു പെർഫോമൻസ് പറയാനുള്ളത് റോക്കറ്റ് ബോയ്സ് എന്ന് പറയുന്ന സോണി ലിവിന്റെ സീരീസിൽ റാസ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റിന്റെ റോൾ അദ്ദേഹം ചെയ്തിരുന്നു. അത് ഭയങ്കര, എനിക്ക് അന്ന് തന്നെ അദ്ദേഹത്തെ ഞാൻ നോട്ട് ചെയ്തിരുന്നു. ആൻഡ് ഇതിലേക്ക് വന്നപ്പോൾ ഒരുപാട് ഫാനായി മാറി. ആ ഒരു ക്യാരക്ടറിനെ നല്ല രീതിയിൽ പോർട്രേ ചെയ്യാൻ പറ്റി. ആൻഡ് റോഷൻ മാത്യുവിന്റെ അലൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറും നിമിഷ സജയന്റെ ക്യാരക്ടറൊക്കെ വളരെ, മാല എന്ന് പറയുന്ന ഒരു ക്യാരക്ടറൊക്കെ വളരെ അവരുടെ റോളുകൾ നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയി. അനാവശ്യമായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾ മീൻസ് ഓരോ ക്യാരക്ടേഴ്സിന്റെ ഫാമിലി സ്റ്റോറി അധികം കുത്തിക്കയറ്റാതെ പറയേണ്ട കാര്യങ്ങൾ വളരെ ലിമിറ്റഡ് ടൈം കൊണ്ട് തന്നെ അവർ പറഞ്ഞു നിർത്തി. ആൻഡ് ഈ കേസിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള കുറെ സീക്വൻസുകളായിരുന്നു അല്ലെങ്കിൽ സീരീസിന്റെ മുന്നോട്ടുള്ള പോക്ക്. ആൻഡ് കനി കുസൃതിയുടെ ഒരു ക്യാരക്ടറൊക്കെ വളരെ നല്ല രീതിയിൽ എല്ലാവരുടെയും റോളുകൾ അവർ ചെയ്തു വെച്ചു. അത് എടുത്തു പറയാണ്ട് വയ്യ. ആൻഡ് ആ ഒരു ഈ ഒരു ഇവർ ഡീൽ ചെയ്യുന്ന ആ ഒരു ആനക്കൊമ്പ് കേസിലെ സസ്പെക്ട്സിനെ അന്വേഷിച്ചിട്ടുള്ള യാത്രയും അത് എങ്ങോട്ടേക്കെല്ലാം ലീഡ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അധികം ടൈം വേസ്റ്റ് ചെയ്യാണ്ട് ഇവർ അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. ആൻഡ് ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ ഒരു സീരീസിന്റെ മൊത്തം പ്ലേസ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ അല്ലെങ്കിൽ ആ ഒരു ഫോറസ്റ്റ് ഡിവിഷന്റെ ആ ഒരു സറൗണ്ടിങ്സിനെ ആണ് എന്ന് നമുക്ക് സൂചിപ്പിക്കുന്ന രീതിയിലുള്ള കുറെ സംഭവങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ രാത്രി ടൈമിൽ എങ്കിലും ഒരു ആനക്കൂട്ടം ഇങ്ങനെ പാസ് ചെയ്യുക, അല്ലെങ്കിൽ ഇവർ ഏതെങ്കിലും ഒരു സ്ട്രീറ്റിന്റെ അവിടെ ഏതെങ്കിലും മൂലയ്ക്ക് കുറുക്കനോ അങ്ങനെയുള്ളതിന്റെ ഒക്കെ അങ്ങനെ പ്രസൻസ് കാണിക്കുക. അതുകൊണ്ട് ഒരു വൈൽഡ് ലൈഫ് ഏരിയയിലാണ് നടക്കുന്നത് എന്നുള്ള ഒരു ഫീൽ കൂടി നമുക്ക് തരാനായിട്ട് ഇതിന്റെ ക്രിയേറ്റേഴ്സിന് പറ്റി. അത് വളരെ നല്ലൊരു ആംബിയൻസ് ആയി തോന്നി. നിങ്ങൾ തീർച്ചയായിട്ടും ഈ സീരീസ് കാണുമ്പോൾ അത്യാവശ്യം സൗണ്ട് സിസ്റ്റം ഒക്കെ വെച്ചിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം ഇതിന്റെ സൗണ്ട് മിക്സിംഗ് തന്നെയാണ് പിന്നെ എടുത്തു പറയേണ്ട കാര്യം. വളരെ നൈസ് ആയിട്ട് ആ ബേർഡ്സിന്റെ ചിർപ്പിങ്ങും ഇൻസെക്ട്സിന്റെ ചിർപ്പിങ്ങും ഒക്കെ നമുക്ക് കേട്ടുകൊണ്ട് വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് നമ്മൾ പതുക്കെ കാണുകയാണെങ്കിൽ തന്നെ ആ സൗണ്ട് എക്സ്പീരിയൻസ് കൂടി നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ആൻഡ് അതൊക്കെ തന്നെയാണ് ഈ സീരീസിന്റെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ്. ആൻഡ് ആ ഒരു സംഭവങ്ങൾ തന്നെ ഇപ്പൊ ആന എന്ന് പറയുന്ന ഒരു ജീവി എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എക്കോസിസ്റ്റത്തിന് എന്ന് പറയുന്ന ഒരുപാട് സീക്വൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഇതിന്റെ ടെയിലന്റ് ഒക്കെ അത്രത്തോളം വളരെ ഇമോഷണലി ടച്ച് ചെയ്തിട്ടുള്ള ഒരു ഭാഗമൊക്കെ തന്നെയായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ബേസ് ഇപ്പോൾ വൈൽഡ് ലൈഫ് ബേസ് ചെയ്തിട്ടുകൊണ്ടുള്ള സീരീസുകൾ ഇഷ്ടമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ആ ഒരു സീരീസിന്റെ മൊത്തം ഫ്ലോ, കാരണം കാടിന്റെ എഞ്ചിനീയർമാരാണ് ആനകൾ എന്ന് പറയുന്ന ഒരു മെസ്സേജ് തന്നുകൊണ്ടാണ് സീരീസിന്റെ ഒരു ഇത്. വെറും ഒരു ആനക്കൊമ്പ് കള്ളക്കടത്ത് മാത്രമല്ലാതെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ് ഉണ്ടാവുക, നമ്മുടെ എക്കോസിസ്റ്റത്തിനെ എത്രത്തോളം നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുള്ള ഒരുപാട് മെസ്സേജസ് സീരീസിലൂടെ തരുന്നുണ്ട്. ആൻഡ് ആ ഒരു പ്രത്യേകിച്ച് ഈ സീരീസിന്റെ ക്ലൈമാക്സ് അല്ലെങ്കിൽ മീൻസ് 8ാമത്തെ എപ്പിസോഡിലൊക്കെ ഒരു മണിക്കൂറിന്റെ എപ്പിസോഡായിരുന്നു. വളരെ എൻഗേജിങ് ആയിട്ട് എന്താണ് ഇപ്പൊ ഉണ്ടാവുക, എന്തെങ്കിലും ഉണ്ടാവുക എന്നുള്ള ഒരു ഫീല് നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർക്ക് പറ്റി. ആൻഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടും വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സീരീസ് തന്നെയായി മാറി. ആൻഡ് ഈ സീരീസിന്റെ നെഗറ്റീവായിട്ട് പറയാൻ എനിക്ക് തോന്നിയത് ചില ക്യാരക്ടേഴ്സിന്റെ ഒക്കെ പ്ലേസ്മെന്റ്, അല്ലെങ്കിൽ ഇപ്പോ ഒരു ചില ക്യാരക്ടേഴ്സിന്റെ ഒക്കെ ഇപ്പൊ ഡയലോഗ് ഡെലിവറി ആയാലും അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടേഴ്സിന്റെ ആവശ്യം ഇവിടെ എന്തായിരുന്നു എന്ന് തോന്നുന്ന കുറെ ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. ആൻഡ് ചിലരുടെ മലയാളം ലാംഗ്വേജ് തന്നെ ഇപ്പോൾ ഇത് ശരിക്കും ഒറിജിനൽ മലയാളം ലാംഗ്വേജിൽ കാണുമ്പോഴാണ് നമുക്ക് ആ ഫീൽ കിട്ടുക. പല ഡബ്ഡ് വേർഷൻസ് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ചില ക്യാരക്ടേഴ്സ് ഒക്കെ മലയാളം പറയണ കേൾക്കുമ്പോൾ ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്തിരുന്നു. ആൻഡ് ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറെ ഇപ്പൊ ആനിമൽസിന്റെ പ്രസൻസ് ഓരോരോ ഭാഗത്തൊക്കെ കൊണ്ടുവച്ചു. ആൻഡ് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ അത് മിസ്പ്ലേസ് ആയിട്ട് തോന്നി, അതിന്റെ അവിടെ ആവശ്യമുണ്ടോ എന്നുള്ള ഒരു സംഭവമൊക്കെ തോന്നിയിരുന്നു. ആൻഡ് ഒരു 6ാമത്തെ എപ്പിസോഡിൽ ഒരു നോൺ ലീനിയർ നരേഷനിലൂടെയാണ് ഒരു കാര്യം പറഞ്ഞു പോയത്. എങ്ങനെയാണ് ഈ ആനക്കൊമ്പ് വേട്ട നടന്നത്, ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ആൾക്കാർ എങ്ങനെയായിരുന്നു ഇത് പ്ലാൻ ചെയ്തതെന്ന് പറയുന്ന ആ ഒരു എപ്പിസോഡ് ഒരു നോൺ ലീനിയർ രീതിയിലാണ് ഇപ്പോഴും പാസ്റ്റും പ്രസന്റും ഇങ്ങനെ മിക്സ് ചെയ്ത് പറഞ്ഞു പോയത്
പോയപ്പോൾ അത് ഇത്തിരി ലാഗാസ് ആ ഒരു എപ്പിസോഡിൽ തോന്നിയിരുന്നു. ആൻഡ് അതർവൈസ് വേറെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. ഓവറോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ജനറൽ റിയൽ ലൈഫിൽ നടന്ന ഇങ്ങനത്തെ ഒരു സംഭവത്തെ ബേസ് ചെയ്തുകൊണ്ട് കാണാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടോക്കാം. ആൻഡ് ഇത് നല്ലൊരു സൗണ്ട്, നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഒരു സൗണ്ട് സിസ്റ്റം ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ വളരെയധികം നല്ല സൗണ്ട് സിസ്റ്റത്തിൽ ഇരുന്ന് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു സീരീസിന്റെ മൊത്തത്തിലുള്ള ടെക്നിക്കൽ സൈഡൊക്കെ, ഈവൻ VFX, പിന്നെ പറയേണ്ടത് VFX ആയിരുന്നു. ഇതിൽ ആനകളുടെ VFX മറ്റുള്ള ആനിമൽസിന്റെ VFX ഒക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആ ഒരു സംഭവത്തെ ബേസ് ചെയ്തുകൊണ്ട് അവർ ഇങ്ങനത്തെ എത്രത്തോളം സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിൽ എത്രത്തോളം VFX ഇമ്പോർട്ടന്റ് ആണോ അത് വേണ്ട സ്ഥലത്ത് അവരങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ട്. അതെല്ലാം വളരെ നന്നായിരുന്നു. ശരിക്കും ഇതുപോലുള്ള സീരീസുകളാണ് ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ ഒരു ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കാണേണ്ട സംഭവങ്ങൾ. ഇതിന്റെ ഡയറക്ടർ ആയിട്ടുള്ള റിച്ചി മേത്ത, അദ്ദേഹത്തിന്റെ മുമ്പത്തെ ഒരു ഫിലിമോഗ്രഫി എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഡൽഹി ക്രൈം എന്ന് പറയുന്ന നെറ്റ്ഫ്ലിക്സിലെ ഒരു സീരീസ് അദ്ദേഹം ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് ഇതിലേക്ക് വരുമ്പോൾ ആമസോൺ പ്രൈം പലപ്പോഴും പല സീരീസും, ഇപ്പം മെയിൻലി ഇന്ത്യൻ സീരീസ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്വാളിറ്റി ആയിട്ടുള്ള ഐറ്റംസ് ആണ് അവർ ഡെലിവറി ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. ആൻഡ് പോച്ചറിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും അതിൽ യാതൊരു വിധത്തിലുള്ള കോംപ്രമൈസും നടന്നിട്ടില്ല. ആൻഡ് ഇതിന് ഒരു മിനി സീരീസ് ആയിട്ടാണ് അവർ ഇറക്കിയിട്ടുള്ളത്. ഇനി ഇതിനൊരു സെക്കൻഡ് സീസൺ ഉണ്ടാവോ എന്നുള്ളത് ഇതുവരെ കൺഫേം ആയിട്ടില്ല. ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ഒരുപാട് നല്ല രീതിയിൽ ഇനിയും നല്ലൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഇതേ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക് കൊണ്ട് അവർക്ക് വരാൻ പറ്റട്ടെ. എന്തായാലും എന്തായിരുന്നു നിങ്ങൾക്ക് പോച്ചറിനെ കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. ആൻഡ് അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും